ഹലോ, ഇന്ന് വ്യത്യസ്തമായി ഒരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 2.5 കിലോ ചിക്കനിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി കുഴച്ച് ഒരു അരമണിക്കൂർ വയ്ക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക് ഇവ ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ കൂട്ട് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ, ചിക്കൻ വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലിട്ട് നന്നായി ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ സവാളയെല്ലാം വഴറ്റുന്നത്. ആദ്യം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നന്നായി ഒന്ന് വഴറ്റാം. വഴണ്ടി വന്ന ഈ കൂട്ടിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇതിലേക്ക് അല്പം വെള്ളം, നമ്മൾ ചിക്കൻ എടുത്ത് വച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം ടേസ്റ്റ് ഈ ചിക്കനിലേക്ക് ഇറങ്ങി നല്ലൊരു സ്മെല്ല് വരും. നല്ല അടിപൊളി ചിക്കനാണ്. ഇനി അതിനുശേഷം നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ പകർന്ന് ആദ്യം കറിവേപ്പില മൂപ്പിച്ചെടുക്കാം. ഒരു പിടി കറിവേപ്പില ചേർത്തതിന് ശേഷം 4 സവാള, 4 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം. സവാള ചേർക്കുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അധികം നെയ്യിൻ്റെ ആവശ്യമില്ല. ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് സവാള വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മളൊരു പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർത്തൊന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി വഴണ്ടി വന്ന ഈ സവാളയും തക്കാളിയും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർക്കാം. ഇനി സവാള വഴറ്റിയ ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഇതിനാവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ വറുത്തെടുക്കാം. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ഈ സ്പൂണ് പോലെയുള്ള സ്പൂൺ കൊണ്ട് 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയെല്ലാം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാല. ഇതുകൂടി ഒന്ന് മൂപ്പിച്ച് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാം. മസാലക്കൂട്ടെല്ലാം ചിക്കനിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോൾ തന്നെ നല്ല ഒരു മണം വരും. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില തൂക്കി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി അധികം ആവശ്യമില്ല എങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുക്കാവുന്നതാണ്. നല്ല കുഴമ്പൻ ഭാഗത്തുള്ള കറി ഇവിടെ റെഡിയാണ്.